ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്ര നിർമ്മാണത്തിലും രാജ്യവളർച്ചയ്ക്കും കായിക മേഖലയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് ലക്സംബർഗ് സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യാത്ര തിരിച്ചു. സന്ദർശനം ഈ മാസം 10 വരെ. അരി ഉൽപാദനത്തിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് ആദ്യമായി നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപിന്റെ കമ്മീഷനിംഗ് ഇന്ന്. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തീപിടുത്തം റെയിൽ വൈദ്യുതി ലൈനുകളിൽ നിന്നല്ലെന്ന് പ്രാഥമിക നിഗമനം. വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്ര നിർമ്മാണത്തിലും രാജ്യവളർച്ചയ്ക്കും കായിക മേഖലയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് ഇന്നലെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിജയം കൂട്ടായ പരിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. स्पोर्ट्स सेक्टर में भी सरकार ने बड़े रिफॉर्म्स किए. नेशनल स्पोर्ट गवर्नेंस एक्ट और खेलो भारत नीति 2025 इस प्रकार के प्रावधानों से सही टैलेंट को अवसर मिलेगा. खेल संगठनों में ट्रांसपेरेंसी बढ़ेगी. देश के युवाओं को स्पोर्ट्स और एजुकेशन दोनों ही क्षेत्रों में एक साथ आगे बढ़ने का अवसर मिलेगा. ഈ മാസം 11 വരെ നീളുന്ന 8 ദിവസത്തെ ടൂർണമെന്റിൽ രാജ്യത്തുടനീളമുള്ള 1000-ലധികം കായിക താരങ്ങൾ പങ്കെടുക്കും. ഫ്രാൻസ് ലക്സംബർഗ് സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യാത്ര തിരിച്ചു. ഈ മാസം 10 വരെയാണ് സന്ദർശനം. പാരീസിൽ ഫ്രഞ്ച് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം ഫ്രാൻസ് വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ ലക്സംബർഗിൽ എത്തുന്ന ശ്രീ ജയശങ്കർ ലക്സംബർഗിന്റെ ഉപപ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. ലക്സംബർഗിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് ആദ്യമായി നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ് ഇന്ന് ഗോവയിൽ കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പങ്കെടുക്കും. 114.5 മീറ്റർ നീളമുള്ള കപ്പലിന്റെ 60%-ലധികം ഭാഗവും തദ്ദേശീയമായി നിർമ്മിച്ചവയാണ്. 4200 ടൺ ഭാരമുള്ള കപ്പലിന് 6000 നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കാൻ കഴിയും. സമുദ്ര മലിനീകരണ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനും തിരച്ചിൽ, രക്ഷാപ്രവർത്തനം എന്നിവയും ഇതിലൂടെ സാധ്യമാകും. അരി ഉൽപാദനത്തിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ വികസിപ്പിച്ചെടുത്ത 25 വിളകളുടെ 184 പുതിയ ഇനങ്ങൾ പുറത്തിറക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. चावल के उत्पादन में भारत ने चीन को पीछे छोड़ दिया. हम नंबर 1 बन गए. इस साल हमारा उत्पादन 150.18 मिलियन टन और चीन का 145.28 मिलियन टन. ये चीन को पीछे छोड़ना एक असाधारण उपलब्धि है. हमारी खाद्य सुरक्षा सुनिश्चित करके हमने अन्न के भंडार भर दिए हैं. हम अब मांगने वाले नहीं, दुनिया को चावल देने वाले देश. തൊഴിലാളികളുടെ താൽപര്യം സംരക്ഷിക്കുന്നതാണ് വികസിത് ഭാരത് ജി റാംജി നിയമമെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ 2 ദിവസത്തെ UAE സന്ദർശനം ഇന്ന് ആരംഭിക്കും. UAEയിലെ കരസേനാ മേധാവി, മുതിർന്ന സായുധ സേനാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി അദ്ദേഹം ചർച്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ ശ്രീലങ്കയിൽ എത്തുന്ന ശ്രീ ഉപേന്ദ്ര ദ്വിവേദി ശ്രീലങ്കൻ ആർമി കമാൻഡർ ഉൾപ്പെടെയുള്ള മുതിർന്ന സൈനിക സിവിൽ നേതൃത്വവുമായി ആശയവിനിമയം നടത്തും. ഒമാൻ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാറുകളിൽ ഇന്ത്യയുടെ പരമ്പരാഗത വൈദ്യശാസ്ത്ര സംവിധാനമായ ആയുഷിന് ഔപചാരിക അംഗീകാരം ലഭിച്ചതായി വാണിജ്യ മന്ത്രാലയം. 2025 ഡിസംബറിൽ അന്തിമമാക്കിയ 2 കരാറുകളിലും ആരോഗ്യ സംബന്ധിയായ സേവനങ്ങളിലും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും അനുബന്ധങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി നിയമസഭയുടെ ശീതകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഈ മാസം 8 വരെ നടക്കുന്ന സമ്മേളനത്തിൽ മലിനീകരണം, പരിസ്ഥിതി, ഡൽഹി ജൽ ബോർഡ് എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കും. ഇന്ത്യയുടെ വികസന യാത്രയിലെ നിർണായക വർഷമായിരുന്നു 2025. നയങ്ങൾ പുരോഗതിയിലേക്കും ഉദ്ദേശ്യം ഫലപ്രാപ്തിയിലേക്കും വഴിമാറി. വൈദ്യുതി, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെല്ലാം ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ വർഷമാണ് കടന്നുപോയത്. ആണവോർജ്ജ ശേഷി 10 മടങ്ങിലധികം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുമായി രാജ്യം മുന്നോട്ട് പോകുകയാണ്. രാജ്യത്തെ ജനങ്ങൾക്ക് മൊബൈൽ ഫോണുകൾ, ഇരുചക്ര വാഹനങ്ങൾ, സ്വർണ്ണം തുടങ്ങിയവ സൌജന്യമായി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ.
ഇത്തരത്തിൽ യാതൊരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ലെന്നും വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. റോഡ് അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന നിർണായക സമയത്ത് അതിനായി മുന്നോട്ട് വരുന്നവരെ പിന്തുണയ്ക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി നിയമ ഭേദഗതി. നിയമത്തിലെ സെക്ഷൻ 134A പ്രകാരമാണ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം നിയമ ഭേദഗതി വരുത്തിയത്. ഇതനുസരിച്ച് അപകടത്തിൽപ്പെട്ടയാളെ സഹായിക്കുന്നവരെ നിയമപരമായി ബുദ്ധിമുട്ടിക്കാനോ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർബന്ധിക്കാനോ അനാവശ്യമായി തടങ്കലിൽ വയ്ക്കാനോ പാടില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഇരുചക്ര വാഹന പാർക്കിംഗ് സ്ഥലത്തുണ്ടായ തീപിടുത്തം റെയിൽ വൈദ്യുതി ലൈനുകളിൽ നിന്നോ റെയിൽവേയുടെ മറ്റു വൈദ്യുതി സംവിധാനങ്ങളിൽ നിന്നോ അല്ലെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. പാർക്ക് ചെയ്ത ഇരുചക്ര വാഹനങ്ങളിൽ ഒന്നിൽ നിന്ന് തീ പടർന്നു എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. സംഭവത്തിൽ റെയിൽവേ വകുപ്പ് തല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. കൊച്ചിയിലും ലക്ഷദ്വീപിലെ കവരത്തിയിലുമായി NCC പ്രത്യേക ദേശീയോദ്ഗ്രഥന ക്യാമ്പ് സംഘടിപ്പിച്ചു. 200 NCC കേഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്. ദേശീയോദ്ഗ്രഥന പരിപാടിയുടെ ഭാഗമായി NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ കീഴിലുള്ള എറണാകുളം NCC ഗ്രൂപ്പ് ആസ്ഥാനമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 200 കേഡറ്റുകൾ ഈ 12 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുത്തു. ഇതിനു പുറമെ 23 കേരള ബറ്റാലിയൻ, 1 ലക്ഷദ്വീപ് നാവിക യൂണിറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 30 NCC ഉദ്യോഗസ്ഥരും ക്യാമ്പിന്റെ ഭാഗമായി. കൊച്ചിയിലെ ക്യാമ്പിന് ശേഷം കേഡറ്റുകൾ കവരത്തി ദ്വീപിലെത്തി. സ്കൂബ ഡൈവിംഗ്, ഗ്ലാസ് ബോട്ട് റൈഡുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഇനങ്ങളിൽ കേഡറ്റുകൾ പങ്കെടുത്തു. സമുദ്ര സംരക്ഷണത്തിന്റെ സന്ദേശവുമായി കേഡറ്റുകളും NCC ഉദ്യോഗസ്ഥരും ശുചീകരണ പ്രവർത്തനങ്ങളിലും പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ദക്ഷിണാഫ്രിക്കയിലെ ബെനൂണിയിലാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ രണ്ടാം പതിപ്പിന് ദിയുവിലെ ഖോഗ്ല ബീച്ചിൽ ഇന്ന് തുടക്കം. കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര ആന്റ് നഗർ ഹവേലിയും ദാമൻ ആന്റ് ദിയുവും നടക്കുന്ന ഗെയിംസിൽ 2100-ലധികം അത്ലറ്റുകൾ പങ്കെടുക്കും. ജനുവരി 10-ന് ഗെയിംസ് സമാപിക്കും. വെനസ്വേലയിലെ US സൈനിക നടപടി സംബന്ധിച്ച് ഇന്ന് ചേരുന്ന UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ചർച്ച ചെയ്യും. കൌൺസിലിൽ സ്ഥിരാംഗമല്ലാത്ത കൊളംബിയയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് യോഗം വിളിച്ചത്. അതേസമയം വെനസ്വേലയിലെ സമീപകാല സംഭവ വികാസങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. വിലക്കയറ്റവും റിയാലിന്റെ മൂല്യത്തിലുള്ള ഇടിവും ജനങ്ങളെ ബാധിക്കുന്നത് ലഘൂകരിക്കുന്നതിനായി സബ്സിഡിയിൽ വർധന പ്രഖ്യാപിച്ച് ഇറാൻ. ഇതോടെ പ്രതിമാസ സബ്സിഡികൾ ഒരു കുടുംബത്തിന് 3 ദശലക്ഷം റിയാലിൽ നിന്ന് 10 ദശലക്ഷം റിയാലായി ഉയരും. അവശ്യ വസ്തുക്കൾ വാങ്ങാൻ ഉപയോഗിക്കാവുന്ന ഗാർഹിക കാർഡുകളിലേക്ക് പ്രതിമാസം പണം ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ക്രമീകരണം. UAE പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിന്റെ 20ാം വാർഷികം ആഘോഷിച്ച് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഒപ്പം സേവനമനുഷ്ഠിച്ചു വരുന്നവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡ്, ബീറ്റിംഗ് റിട്രീറ്റ്, ഫുൾ ഡ്രസ് റിഹേഴ്സൽ എന്നിവയുടെ ടിക്കറ്റ് വിൽപ്പന നാളെ ആരംഭിക്കും. ടിക്കറ്റുകൾ ആമന്ത്രൺ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇതിനു പുറമെ സേനാഭവൻ, ശാസ്ത്രി ഭവൻ, ജന്തർ മന്ദർ, പാർലമെന്റ് ഹൌസ്, രാജീവ് ചൌക്ക് മെട്രോ സ്റ്റേഷൻ, കശ്മീരി ഗേറ്റ് മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ സജ്ജമാക്കിയിരിക്കുന്ന പ്രത്യേക കൌണ്ടറുകളിൽ നിന്നും ടിക്കറ്റുകൾ നേരിട്ടും വാങ്ങാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്ര നിർമ്മാണത്തിലും രാജ്യവളർച്ചയ്ക്കും കായിക മേഖലയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ്, ലക്സംബർഗ് സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ യാത്ര തിരിച്ചു. സന്ദർശനം ഈ മാസം 10 വരെ. അരി ഉൽപാദനത്തിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ ആഗോളതലത്തിൽ 1ാം സ്ഥാനത്തെത്തിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് ആദ്യമായി നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപിന്റെ കമ്മീഷനിംഗ് ഇന്ന്. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തീപിടുത്തം റെയിൽ വൈദ്യുതി ലൈനുകളിൽ നിന്നല്ലെന്ന് പ്രാഥമിക നിഗമനം. വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.